ഈ ശബരിമലയിൽ എവിടെയൊക്കെ സ്വർണ്ണപ്പാടിയുണ്ടോ ആ സ്വർണ്ണപ്പാടിക്കെല്ലാം കൃത്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള പരാതി വരുന്നു. അത് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഈ കട്ടളയുടെ ഇടയിൽ കൂടി ചിലപ്പോൾ എലി കയറുന്നു എന്നുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് മങ്ങിപ്പോകുന്നു എന്നുള്ളതായിരിക്കാം. ഇങ്ങനെ പരാതി വരുന്നു. അപ്പൊ ഈ പരാതിയെ പരിഹരിക്കുന്നതിന് വേണ്ടി വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷെ അങ്ങനെ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നില്ല. പകരം അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാം തീരുമാനിക്കുന്നു, ദാ ഇന്നതാണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്വർണത്തിന്റെ പണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് സ്പോൺസർ. എന്നിട്ട് ഈ സ്പോൺസർ തീരുമാനിക്കുന്നത് എവിടെയാണോ സ്ഥിരം ഇത് നടത്തുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ ഇതിന്റെ കോൺട്രാക്ട് പോകുന്നു. ഇതിന് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ രേഖകളിലുള്ള സ്വർണം എന്നുള്ളത് മാഞ്ഞു പോയിട്ട് കേവലം ചെമ്പായിട്ട് മാത്രം മാറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്വർണത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതെങ്ങനെയാണ്? വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലാണ്. കാരണം ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ വരുന്നു, അത് ഭരണസമിതിക്ക് പോകുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ചട്ടപ്രകാരം ഒരു തടസ്സം മാത്രമേ ഉള്ളൂ, കാരണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ചട്ടപ്രകാരം ഇത് ആരെയൊക്കെയാണോ അറിയിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ അറിയിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ 2019 മുതൽ ദേവസ്വത്തിന്റെ ഏറ്റവും മുകളിലത്തെ തലത്തിൽ, അത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഭരണസമിതി ആയിക്കോട്ടെ, സർക്കാരിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്ക് കൃത്യമായി അറിയാവുന്ന രീതിയിലുള്ള ലാർജ് സ്കെയിൽ തട്ടിപ്പാണ് നടക്കുന്നത്. നമ്മുടെ ഈ മരമുറി കേസ് കണ്ടിട്ടില്ലേ? ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിനെ വെച്ചുകൊണ്ട് ലെജിറ്റിമൈസ്ഡ് ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തോന്നുന്നത് പോലെ മരം വെട്ടുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വീരപ്പ വൃത്തി തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അങ്ങനെ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ GCDA സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇതേ ഓപ്പറേഷൻ, ഇതേ മോഡൽ, ചുരുക്കി പറഞ്ഞാൽ അതേ സ്ട്രാറ്റജി. ചുരുക്കി പറഞ്ഞാൽ ശ്രീ വിനു, കുറേയധികം കാട്ടുകള്ളന്മാരാണ് കേരളത്തിൽ ഔദ്യോഗികമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വെളുക്കുന്നിടം വരെ കക്കാം എന്നിവരെല്ലാവരും തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ 2019 ഒരുപക്ഷെ തുടങ്ങിയ കാര്യം ഇന്നത്തെ ഈ 2025 വർഷത്തിലും അത് തുടർന്നു പോവുകയാണ്.